നമ്മുടെ ബസ് യാത്രാ സങ്കല്പങ്ങളെ തിരുത്തിക്കുറിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ലാവർണ ബസ് സർവീസ്. വിനോദയാത്രയ്ക്കുള്ള ബസ് അല്ല ലാവർണ. തിരൂർ മഞ്ചേരി റൂട്ടിലെ സാധാരണ യാത്രക്കാർക്കായി ഓടുന്ന ലാവർണയുടെ വിശേഷങ്ങൾ അറിഞ്ഞാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. സുരക്ഷിത യാത്രയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ വിവിധ ഭാഷകളിൽ ഡിജിറ്റൽ ശബ്ദത്തിൽ യാത്രക്കാരെ അറിയിച്ചുകൊണ്ടുള്ള ലാവർണ ബസ് സർവീസിന്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് നേരിൽ കണ്ടറിയാം. മഞ്ചേരി മെഡിക്കൽ കോളേജ്, ജില്ലാ ആസ്ഥാന നഗരി, ആയുർവേദ നഗരി, NH-17 എന്നീ പ്രമുഖ സ്ഥലങ്ങളിലൂടെ ലാവർണ കടന്നുപോകുന്നു. പുതുമകളുടെ ഡബിൾ ബെൽ മുഴക്കി ലാവർണ പ്രയാണം തുടങ്ങി. യാത്ര സുമംഗളമാക്കാൻ നവ്യാനുഭൂതിയുടെ പുതിയ ലോകം സമ്മാനിക്കുകയാണ് ലാവർണ ബസ്. അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷിത യാത്രയും ഒരുക്കി ഒരു പുതിയ ബസ് യാത്രാ സംസ്കാരം പഠിപ്പിക്കുകയാണ് ലാവർണ ചെയ്യുന്നത്. യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ യാത്രാ വിവരണവും സമയവും പ്രധാന സ്റ്റോപ്പുകളും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും അനൗൺസ് ചെയ്യും. യാത്ര ബോറടിപ്പിക്കാതിരിക്കാൻ അനിയന്ത്രിത ഫ്രീ വൈഫൈ സൗകര്യവും ബസ്സിലുണ്ട്. We will be covering a distance of 42 kilometers and our running time will be 1 hour and 20 minutes. തിരൂർ മഞ്ചേരി റൂട്ടിലാണ് അപകടരഹിത യാത്ര ഉറപ്പുവരുത്തി പുതിയ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. അപകടരഹിത യാത്രയ്ക്ക് ചുക്കാൻ പിടിക്കുക, ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് യാത്രക്കാർക്ക് ബോധവൽക്കരണം നടത്തുക, അപകടങ്ങളുണ്ടാകാത്ത ബസ് ജീവനക്കാർക്ക് ഓരോ മാസവും സമ്മാനങ്ങൾ നൽകുക, ഗതാഗത നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ലഘുലേഖകൾ യാത്രക്കാർക്കിടയിൽ വിതരണം ചെയ്യുക തുടങ്ങിയവ ലാവർണയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു. സുരക്ഷിത യാത്രയുടെ സന്ദേശം പ്രചരിപ്പിക്കാനായി വിദേശങ്ങളിലേതുപോലെ വിഷൻ ആൻഡ് മിഷൻ എന്ന പേരിൽ ബസ്സിനകത്ത് ബോർഡ് വച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് ആക്ഷേപങ്ങളോ പരാതികളോ അറിയിക്കാനായി പരാതിപ്പെട്ടിയും തയ്യാർ. വേഗത കൂട്ടണമെന്നോ സർവീസ് വർദ്ധിപ്പിക്കണമെന്നോ പരാതിപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ ബസ്സുടമ തയ്യാറല്ല. എന്നാൽ കഴമ്പുള്ള പരാതികൾക്ക് സമ്മാനം നൽകാനും അത് അംഗീകരിക്കാനും ബസ്സുടമ മുഹമ്മദ് ഷാഫിക്ക് മടിയില്ല. ഇതിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് എന്തെങ്കിലും അസൗകര്യങ്ങൾ, എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിക്ഷേപിക്കാനായിട്ടൊരു കംപ്ലയിൻറ്റ് ബോക്സ് ഉണ്ട്. അത് നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുന്നതാണ്. സമ്മാനങ്ങൾ പ്രഖ്യാപിക്കും അത് ജെന്യൂൻ ആണെങ്കിൽ മാത്രം. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ പറയുകയാണ് നാളെ 85 സ്പീഡ് കിലോമീറ്ററിൽ വണ്ടി ഓടിക്കണം എന്നാലും നമുക്ക് പറ്റില്ല. അത് ജെന്യൂനായ കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പരിഗണിക്കും.